അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ നൂറയെ കണ്ട ഷോക്കിലാണ് ഷാഹുൽ. പഠിച്ചോനെ, അതെ അവൾ തന്നെയാണോ അത്? എന്നാൽ തൻ്റെ കൂട്ടുകാരൻ ഷഫീഖ് അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞില്ലേ, അതാണ് ആ സംഭവം. കണ്ടില്ലേ, എൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിലിയാണത്. ആ പെണ്ണിനാണ് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ കുറേ പറഞ്ഞു, എന്തിനാടെ വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കുന്നത്, അങ്ങനെ പറഞ്ഞ് പിടിച്ച് നിൽക്കണേ. ഇപ്പോഴും അവനുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. പക്ഷെ ആ ഉമ്മാക്ക് നല്ല സ്നേഹമുണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത്ര ഉമ്മ വേലക്കാരിയായിട്ട് ഇവിടെ നിന്നോട്ടെ, എനിക്ക് നോ പ്രോബ്ലം എന്ന് പറഞ്ഞത്ര. പക്ഷേ എൻ്റെ റൂമിലേക്ക് കടക്കുകയോ ഞാനുമായി ഇടപഴകുകയോ ചെയ്യരുത്. ഇടപഴകിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ മറ്റൊന്നും ആലോചിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും അതാണ് അവസ്ഥ. ശരിക്കും അത് ഷാഹുൽ ഞെട്ടുകയാണ്. യാ റബ്ബേ, അല്ലാ, ഇത്രക്കും വലിയ ദുരന്തമോ? പാവം നൂറ. അതെ, അവൻ ഓർത്തു അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അവളെ അവിടെ ആദ്യമായി കണ്ടതും അവളെ കണ്ടപ്പോൾ തന്നെ ആ ഇഷ്ടം മനസ്സിലേക്കങ്ങ് കൂടിയതും. റബ്ബേ, അവളെ ഹലാലായ രീതിയിൽ കല്യാണം കഴിക്കണമെന്നായിരുന്നു ചിന്ത. എന്താ ചെയ്യാം, ഓളെ ബാപ്പ അത് കുറച്ച് സ്ട്രോങ് ആയ മനുഷ്യനായതുകൊണ്ട് എന്താ ചെയ്യുക. അങ്ങനെയൊക്കെ പലതും സംഭവിച്ചു, പറഞ്ഞിട്ട് കാര്യമില്ല. ഹോ അല്ലാ റബ്ബേ, അവൾക്ക് ഞാൻ എന്താ റബ്ബേ ചെയ്യുക, എനിക്കറിയുന്നില്ല. കാരണം ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ നിന്നിട്ട് എന്ത് കാര്യമുള്ളത്. പാവം പെണ്ണ് നൂറ. അവനെ കണ്ടപ്പോൾ ഷാഹുലിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് ചെയ്യുന്നത്. യാ റബ്ബേ, വല്ലാത്തൊരവസ്ഥ തന്നെയാണിത്. വിവാഹ ചടങ്ങുകളെല്ലാം അവസാനിക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞു, ആശംസകൾ കഴിഞ്ഞു, ഫോട്ടോ സെഷനുകളും വിരുന്നുകളും അവസാനിച്ചു. അല്പസമയം മുമ്പ് വരെ ആയിരക്കണക്കിന് ചിരികളാൽ നിറഞ്ഞിരുന്ന DGP സാറിൻ്റെ കൊട്ടാരം ഇപ്പോൾ പതിയെ ശാന്തമാകാൻ തുടങ്ങി. അതിഥികൾ ഓരോരുത്തരായി യാത്ര പറഞ്ഞിറങ്ങി. വീട്ടുമുറ്റത്ത് നിരന്നിരുന്ന വാഹനങ്ങൾ ഓരോന്നായി പുറത്തേക്ക് നീങ്ങി. എന്നാൽ ഒരു പിതാവിൻ്റെ ഹൃദയത്തിൽ മാത്രം ആ നിമിഷം വലിയൊരു ശൂന്യത നിറയുകയായിരുന്നു. DGP സാർ പതുക്കെ തൻ്റെ മകൾ ആയിഷയുടെ അടുത്തേക്ക് നടന്നു. വിവാഹവേഷത്തിൽ നിന്നിരുന്ന മകളെ അദ്ദേഹം കുറച്ചു നേരം നോക്കി നിന്നു. കുഞ്ഞായിരുന്നപ്പോൾ വിരൽ പിടിച്ച് നടന്നതും ആദ്യമായി സ്കൂളിലേക്ക് കൊണ്ടുപോയതും പഠന വിജയങ്ങൾ ആഘോഷിച്ചതും എല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. കണ്ണുകൾ നിറഞ്ഞു. ആയിഷ അത് കണ്ടതും ഓടിച്ചെന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ചു. ഉപ്പ കരയുന്നോ? DGP സാർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു, പക്ഷേ ശബ്ദമിടറി. ഇല്ല മോളെ, ഇത് സന്തോഷത്തിൻ്റെ കണ്ണീരാണ്. അദ്ദേഹം മകളുടെ നെറ്റിയിൽ ചുംബിച്ചു. എൻ്റെ പൊന്നു മോളെ. പിതാവ് മകളെ ചേർത്തുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും നീ വിഷമിക്കരുത്. ഷമീർ നല്ല മനുഷ്യനാണ്. മോൾ തിരഞ്ഞെടുത്ത ജീവിത പങ്കാളിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് മോളെ. ഏറ്റവും നല്ലത് തന്നെയാണ് മോളെ ഷമീർ. ഷമീറും വിനയത്തോടെ അവരുടെ മുന്നിൽ നിന്നു. DGP സാർ അവൻ്റെ തോളിൽ കൈവച്ചു. മോനെ, ഞാൻ എൻ്റെ കുട്ടിനെ നിന്നെ ഏൽപ്പിക്കുകയാണ്. അതെ, എൻ്റെ കുട്ടി ബുദ്ധിമുട്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോനെ, പാവാണ് കേട്ടോ ഓള്. ഉപ്പ അതെ, ഞാൻ പൊന്നുപോലെ നോക്കൂ. മോനെ, എൻ്റെ കുട്ടിനെ ഞാൻ എന്നെ ഏൽപ്പിക്കാൻ കേട്ടോ. കണ്ണീരോടെ ആ പിതാവ് കൈകൾ പിടിച്ച് മകളുടെ കൈകൾ പിടിച്ച് ഏൽപ്പിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ മോളോട് ഒരു കാര്യം പറയുന്നു. മോളെ, ഉപ്പ ഒരിക്കൽ പോലും വീടിൻ്റെ വലിപ്പമല്ല ജീവിതത്തിൻ്റെ വലിപ്പം. എന്നാലും നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു പുതിയ വീട് ഞാൻ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടേക്ക് മാറാം. എന്നാൽ അത് കേട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്നാൽ ആയിഷ മെല്ലെ പുഞ്ചിരിച്ചു. ഉപ്പ, എനിക്ക് ഷമീറിൻ്റെ ആ ചെറിയ വീടും വളരെ ഇഷ്ടമാണ്. പ്രകൃതിയോട് ചേർന്ന ആ ജീവിതവും എനിക്കിഷ്ടമാണ്. കുറച്ചു കാലം അവിടെ ജീവിക്കണം. പിന്നീട് അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളൊരുക്കിയ വീട്ടിലും താമസിക്കാം. DGP സാർ മകളെ വീണ്ടും ചേർത്ത് പിടിച്ചു. നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ആയിഷ പിന്നീട് ഷമീറിൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, മോളെ, ഉമ്മ, ഇനി ഞാനും
നിങ്ങളുടെ മകളാണ്. ഷമീറിൻ്റെ ഉമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ നിറഞ്ഞു. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. അതെ, എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ സമാധാനമുണ്ട്. അവർ മരുമകളെ നെഞ്ചോട് ചേർത്തു. ഇത് കണ്ടു നിന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവസാനം അതാ ഉപ്പയോട് ഒരിക്കൽ കൂടി യാത്ര പറയുന്നു. ഉമ്മയോട്, ഉമ്മ എന്നാ പോകട്ടെ. മോളെ പോയിക്കോളി നല്ല രീതിയിൽ. ഉപ്പയും ഉമ്മയും അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അങ്ങനെ ആ ഉപ്പ അവളുടെ കൈ പിടിച്ചുകൊണ്ട് കാറിനരികിലേക്ക് കൊണ്ടുപോയി. ഷമീർ കാറിൻ്റെ വാതിൽ തുറന്നു. ആയിഷ പതുക്കെ അകത്ത് കയറി. പുറപ്പെടുന്നതിന് മുമ്പ് അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അതെ, ഉപ്പ, ഉമ്മ, ബന്ധുക്കൾ, ബാല്യകാലം കഴിഞ്ഞ ആ വീട്, എല്ലാവരെയും കൈവീശി യാത്ര പറഞ്ഞു. കാർ പതുക്കെ മുന്നോട്ട് നീങ്ങി. DGP സർ കൈ വീശിക്കൊണ്ട് തന്നെ നിന്നു. കാർ കണ്ണിൽ നിന്നും മായുന്നതുവരെ. അതേസമയം വിവാഹ ഹാളിൽ മറ്റൊരു ഭാഗത്ത് നൂറയും കുടുംബവും മടങ്ങുവാനുള്ള ഒരുക്കത്തിലായിരുന്നു. അവളുടെ മുഖം അല്പം ശാന്തമായതുപോലെ, എന്നാൽ ഉള്ളിൽ പറയാനാകാത്ത വികാരങ്ങളുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ ഒരിക്കൽ അവളുടെ ദൃഷ്ടി ഷാഹുലിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി. ഷാഹുലും അകലെയായിരുന്നു. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ കണ്ടുമുട്ടി. ഇരുവരും ഉടൻ തന്നെ ദൃഷ്ടി മാറ്റി. കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് ഉണർത്താൻ അവർക്കായില്ല. ഷാഹുലിൻ്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രം, അല്ലാഹുവേ, അവൾ എവിടെയായാലും സമാധാനത്തോടു കൂടെ ജീവിക്കട്ടെ. എന്നാൽ അപ്പോഴാണ് കൂട്ടുകാരൻ ഷെഫീഖ് അടുത്ത് വന്നത്. എടാ, ഇന്നത്തെ വിവാഹം കണ്ടോ? അടിപൊളിയല്ലേ? ആ, പിന്നെ ആ ഷമീർ എസ് ഐ എന്ന് പറഞ്ഞാൽ കുറച്ച് പാവപ്പെട്ട ആളാണ്. ഇപ്പോൾ പോലീസിലേക്ക് കയറിയതാണ്. എന്നാലും നോക്ക്, DGP സാർ എത്ര വലിയ കോടീശ്വരനാ. ആ, അദ്ദേഹത്തിൻ്റെ മകളെ തിരഞ്ഞെടുത്ത് കണ്ടില്ലേ? അതെ, തിരഞ്ഞെടുത്തത് സമാധാനപൂർണമായ ജീവിതമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഷാഹുൽ പറഞ്ഞു. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നന്മ നൽകട്ടെ, വിവാഹം കഴിച്ചു പോകുന്ന ഓരോ പെൺകുട്ടികൾക്കും. അതെ, ശരിയാണ്. അവൻ അതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല. മനസ്സിലുള്ളത് മനസ്സിനുള്ളിൽ തന്നെ അപ്പോഴും സൂക്ഷിച്ചു. അങ്ങനെയതാ നൂറ കാറിൽ കയറുന്നു. ജാലകത്തിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. ആ വിവാഹവേദി പതുക്കെ അകലുകയായിരുന്നു. ഒരു കാലഘട്ടം അവസാനിച്ചതുപോലെ അവൾക്ക് തോന്നി. അവൾ നിശബ്ദമായി ദുആ ചെയ്തു. യാ റബ്ബേ, എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ സമാധാനവും സ്നേഹവും നിലനിർത്തണേ അല്ലാ. ഷാഹുലും തൻ്റെ കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി. വഴിയിലുടനീളം അവന് മൗനമായിരുന്നു. അവൻ്റെ ഉപ്പ ചോദിച്ചു, എന്താ മോനെ ഷാഹുലെ, നീ ഒന്നും മിണ്ടാത്തത്? എന്താ, ക്ഷീണാണോ? അതെ ഉപ്പ, അത് ചെറുതായിട്ട്. അത്രമാത്രം പറഞ്ഞ് അവൻ പുറത്തേക്കുള്ള ഇരുട്ടിലേക്ക് നോക്കി. ചില ഓർമ്മകൾ ജീവിതത്തിൽ മായുന്നില്ല. പക്ഷെ അവയെ പിടിച്ചു നിർത്താതെ അള്ളാഹുവിൻ്റെ വിധിയെന്ന് സ്വീകരിച്ച് മുന്നോട്ട് നടക്കുവാനാണ്. ഷാഹുൽ ഓരോന്ന് ആലോചിച്ചു. കാര്യം മറ്റൊന്നുമല്ല, അത് ഷെഫീഖ് പറഞ്ഞ വാക്കുകൾ. ഷെഫീഖ് പറഞ്ഞ ആ വാക്ക് കേട്ട് ഞെട്ടിപ്പോയതാണ്. അതാണ് നൂറ. പിന്നെ ഓൻ്റെ പെണ്ണുങ്ങളാണ്. അതായത് തീരെ മൈൻഡും കാര്യങ്ങളുമില്ല. ഓന് വേണ്ട ഒഴിവാക്കാൻ നിന്നപ്പോൾ ഞാനാണ് അവനോട് പറഞ്ഞത്, ഒരു പെണ്ണിൻ്റെ ഭാവജീവിതം നഷ്ടപ്പെടുത്തരുത് കേട്ടോന്ന്. പക്ഷെ എന്താ ചെയ്യുക, അവൻ അവളെ കണ്ടുകൂടാ, അവളെ വേണ്ടാന്ന് തന്നെ പറയാം. ഓരോ അവസ്ഥകൾ എന്താ ഇപ്പം ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, നല്ല മോളാണ്, നല്ല പെണ്ണാണ്, ഒഴിവാക്കരുത് കേട്ടോ, നിനക്ക് വലിയ നഷ്ടമായിരിക്കും ഇത് പറഞ്ഞിട്ടെന്താ. ഒടുവിൽ അവൻ്റെ ഉമ്മ കൊണ്ടുവന്നു. പക്ഷെ അവൻ പറഞ്ഞൊരു വാക്കുണ്ട് ഷാവുലേ, അത് കേട്ട് നെഞ്ച് പൊട്ടിപ്പോവും. എന്താടാ? അതായത് മറ്റൊന്നുമല്ല, അവൾ ഒരിക്കൽ പോലും അവൻ്റെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ കൂടെ നിലത്തോ സ്റ്റോർ റൂമിലോ അടുക്കളയിലോ കിടത്തുക, അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ റൂമിലേക്ക് പ്രവേശിക്കരുത്. അത് മാത്രമല്ല, ഒരിക്കൽ പോലും ഭാര്യ എന്നുള്ള നിലക്ക്, ഭർത്താവ് എന്നുള്ള രീതിയിലും അങ്ങനെ കാണാൻ പാടില്ല. എന്നാലും തൽക്കാലം ഇപ്പോൾ കൊണ്ടുവന്നിട്ട് അവരൊരുമിച്ചാണ്. ഉമ്മാൻ്റെ ഒപ്പം എന്നാണ് പറഞ്ഞത്, അവനായിട്ട് ബന്ധമൊന്നും എനിക്ക് വേണ്ടെന്ന് തന്നെ പറയുന്നത്. പാവം. അപ്പോൾ വേലക്കാരുടെ റോളിലാണ് ഇപ്പോൾ അവനോട് നിൽക്കുന്നത്. എന്താ ചെയ്യല്ലേ, ഓരോ പെൺകുട്ടികളുടെ ഭാവി പറഞ്ഞിട്ട് കാര്യമില്ലടാ. അല്ല, സത്യം പറ, എന്നിട്ട് അവളിപ്പോൾ, അതെ, അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. പാവം, പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ലാത്ത കുട്ടി, അവിടുത്തെ ജോലിയും കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ട്.
ഷാഹുലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഷെഫീഖ് പറഞ്ഞ വാക്കുകൾ. അവൻ വീട്ടിലെത്തിയിട്ടും അവൻ്റെ മൈൻഡ് ശരിയാകുന്നില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് ഉപ്പ പറഞ്ഞു, എന്താ മോൻ, എൻ്റെ മനസ്സിൽ എന്താ കുടുങ്ങിക്കണല്ലോ, ഇങ്ങനെ അല്ലായിരുന്നല്ലേ അയ്യേ. ഉപ്പ എന്താ മോനെ? ഉപ്പ ഞാൻ ഒരു കാര്യം. എന്ത് കാര്യം? എന്തെൻ്റെ കുട്ടി, കുറേ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണത്. കാര്യം എന്താ വെച്ചാൽ പറ മോനെ, എന്തെങ്കിലും ഉണ്ടോ എൻ്റെ കുട്ടിക്ക്? ഉപ്പ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. വേണ്ട. എന്താ മോനെ? അങ്ങനെ അതാ പിതാവിനോട് തന്നെ അവൻ തുറന്ന് പറയുകയാണ്. ഉപ്പ, അതെ, എൻ്റെ മനസ്സിലേക്ക് കയറി വന്ന പെൺകുട്ടി നൂറ, അവളെ ഞാൻ കല്യാണ വീട്ടിൽ നിന്ന് കണ്ടു. പെട്ടെന്ന് ഉപ്പ പറഞ്ഞു, മോനെ അതാണോ? ഇനി അതിനെക്കുറിച്ച് ആലോചിക്കല്ലേ. നീ എന്ത് പണിയാണ് നീ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഒരാളുടെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്കതിൽ അവകാശമില്ല. എൻ്റെ കുട്ടി എന്താ ഇങ്ങനെയല്ലായിരുന്നല്ലോ എൻ്റെ പൊന്നു മോനെ. ഉപ്പ അത് എന്താ മോനെ, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അതിൻ്റെ പേരിൽ എൻ്റെ കുട്ടിക്ക് കുറേ കിട്ടിയില്ലേ, മതി. അങ്ങനത്തെ ഒരു വേണ്ടെന്നെ, ശരിയാവില്ല. ഓൻ്റെ അമ്മോ, ചിന്തിക്കേ വേണ്ട അതിനെക്കുറിച്ച്. എന്താ മോൻ പറയുന്നത്? അപ്പോഴേക്കും ഉമ്മയും അങ്ങോട്ടെത്തി. അതടി, ഓൻ കെട്ടാൻ കല്യാണം കഴിക്കാൻ വിചാരിച്ച മനസ്സിലൊരു പെണ്ണുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആജിയരെ മോള് നൂറ. എൻ്റെ അമ്മോ. എന്താ മോനെ? കല്യാണം വിട്ടുന്ന് ഉമ്മ, ഞാൻ അവളെ കണ്ടു. അതിനെന്താ, അവളെ കാണാതിരിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തൊരാൾക്കാരാണ്. ഒരു പെണ്ണിനോടൊരു ഇഷ്ടം തോന്നാനുള്ള അത്ര വലിയ തെറ്റുള്ള കാര്യമാണോ? അപ്പോഴൊക്കെ അയാൾ ആളെ വിട്ട് തല്ലിച്ചില്ലേ എൻ്റെ കുട്ടിയെ. എന്നാൽ അത് കേട്ടുകൊണ്ട് അതാ സീനത്ത് അങ്ങോട്ട് വന്നു. ഓ എന്താപ്പോ? ഉമ്മ, നിങ്ങളെന്താ വിചാരിച്ചത് എൻ്റെ ഭാഗത്ത് മാത്രമേ തെറ്റുള്ളൂന്നല്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? അപ്പം മോന് അന്ന് അടി കൊണ്ടതും അതൊക്കെ ഇപ്പം അതിൻ്റെ പേരിലാണല്ലേ? കൈകാലുകളൊക്കെ മുറിഞ്ഞതും എന്തൊക്കെയായിരുന്നു? ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ തെറ്റ് ചെയ്യുന്ന ആള്. അപ്പോൾ നിങ്ങളെ മോനും അങ്ങനെ തന്നെയല്ലേ? സീനത്തെ ഒന്നും മിണ്ടാതിരിക്കേ. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു വിവാഹാന്വേഷണം എന്നൊക്കെ പറഞ്ഞത്ര തെറ്റായ കാര്യം. അവനങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെങ്കിൽ, അവൻ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ, ആ പെണ്ണങ്ങനെ പറഞ്ഞെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഓ അല്ലാതെ പിന്നെ നിങ്ങളെ മോനെ ഓളെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. സീനത്തെ ഒന്ന് ഈ അടങ്ങ്. എൻ്റെ ആങ്ങളല്ലത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉമ്മ അതെ, മോളെടുത്ത് മാത്രമല്ല തെറ്റ്, മോൻ്റെ അടുത്തുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ. എന്നിട്ട് എല്ലാവരും കൂടെ എന്നെ പഴിച്ചായിരുന്നു. എന്തായിരുന്നു എല്ലാവരും കല്യാണത്തിന് പോലും. നിങ്ങളല്ലാതെ ഉളുപ്പില്ലാതെ അങ്ങോട്ട് കല്യാണത്തിന് പോവോ? എന്താ മോളെ, നമ്മളവരത്തിൽ യാതൊരു പ്രശ്നവും. പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ആ ചെറ്റക്കുടിൽ നിന്നാൽ ഞമ്മക്ക് പണി കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വല്ല നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവായത്. മോളെ പറഞ്ഞിരുന്നല്ലോ വേറെ വീടൊക്കെ എടുക്കാന്നൊക്കെ. അതിനോട് ആ കാര്യം എന്നോട് പറയുക തന്നെ വേണ്ട. എന്തായാലും എൻ്റെ പൊന്നാറ് ഷാഹുലേ, അപ്പം ഇതായിരുന്നു നീ എന്നെ ഇങ്ങനെ ഉപദേശിച്ചിരുന്നല്ലോ. നീ ആള് തിരക്കിടില്ലല്ലോ. ആഹാ, കൊള്ളാലോ. ശരിക്കും സീനത്ത് അവനെ കളിയാക്കുകയാണ് ചെയ്തത്. എന്നാൽ ഷാഹുല് ഒന്നും മിണ്ടിയില്ല. ഈ സമയമായപ്പോൾ അവൻ്റെ ഓർമ്മകളിൽ, അവൻ്റെ വിഷമങ്ങളിൽ, അവൻ്റെ പ്രയാസങ്ങളിൽ അവൻ വളരെയധികം വിഷമിച്ചു. എല്ലാം പടച്ച റബ്ബിൽ അർപ്പിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോഴേക്കും ഷമീറും ആയിഷയും ആ കൊച്ചു കുടിലിൻ്റെ മുൻപിലെത്തി. മുറ്റത്ത് രാത്രിക്കാറ്റ് വീശി. മുല്ലപ്പൂവിൻ്റെ മണം നിറഞ്ഞിരുന്നു. കാർ നിർത്തിയപ്പോൾ ഷമീർ വാതിൽ തുറന്ന് ആയിഷയുടെ കൈകൾ പിടിച്ചു. ആയിഷ വരൂ. ആയിഷ ചുറ്റും നോക്കി. ചെറിയ വീടായിരുന്നു, പക്ഷെ അവൾക്ക് അതൊരു കൊട്ടാരം പോലെ തോന്നി. അതെ, മനോഹരമായൊരു കൊട്ടാരം. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എത്ര മനോഹരമാണല്ലേ ഇവിടമൊക്കെ കാണാൻ. ആ കൊച്ചു കുടിലിൻ്റെ ചുവരുകൾ അവൾ നോക്കി. അതിൻ്റെ മേൽക്കൂര, സത്യം പറഞ്ഞാൽ അവൾ സ്വപ്നത്തിൽ കാണുന്ന പോലെ. ആയിഷ, എൻ്റെ വീട് ചെറുതാണ് മോളെ, മോൾക്ക് വിഷമമുണ്ടോ? എന്തേ ഇക്ക നിങ്ങളീ പറയുന്നത്? എനിക്കിതാണ് ഇഷ്ടം, ഞാനായിട്ട് തന്നെ തിരഞ്ഞെടുത്തതല്ലേ. ആയിഷ ഉടനെ മറുപടി പറഞ്ഞു, അതെ, എനിക്ക് വീടോ അല്ലെങ്കിൽ സമ്പത്തോ അല്ല, സ്നേഹമാണ് വേണ്ടത്. ആ വാക്കുകൾ കേട്ട് ഷമീർ കരഞ്ഞുപോയി. ആ രാത്രി ഒരു വലിയ കൊട്ടാരത്തിൽ നിന്ന് ചെറിയ കുടിലിലേക്ക് ആ നവവധു യാത്ര ചെയ്തു വന്നു. പക്ഷെ അവൾക്ക് നഷ്ടമായത് ആഡംബരമല്ല, ലഭിച്ചത് സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരു പുതിയ കുടുംബമായിരുന്നു. ആയിഷ, എന്നാലും നീ എന്നെ എങ്ങനെ തിരഞ്ഞെടുത്തു? ഇക്ക, അതെ, നിങ്ങളുടെ മുഖത്ത് ഞാൻ എന്തൊക്കെയോ കണ്ടു. എന്നാലും
ഈ ഒരു കൊച്ചുകുടിലേക്ക് നിനക്ക് എങ്ങനെ വരാൻ തോന്നി? എൻ്റെ സ്വപ്നമായിരുന്നു ഇതെല്ലാം. എനിക്കെല്ലാം ഒത്തിരി ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ. നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, എത്ര വലിയ കൊട്ടാരത്തിൽ പോയാലും ഇത്രയധികം സ്നേഹമുള്ളൊരു യുവാവിനോടൊപ്പം ജീവിക്കുക എന്നുള്ളത് അതൊരു പക്ഷേ ഒരിക്കലും എനിക്ക് കിട്ടില്ലായിരിക്കും. എന്തെന്നറിയില്ല, ഒരു പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിനുള്ളിലേക്ക് കയറി വന്ന മുഖം. പിന്നീടത് ഞാൻ പിതാവിനോട് പറയുകയായിരുന്നു, ആയിഷ, ഞാൻ ഒന്നും അറിഞ്ഞില്ല. നീ എനിക്ക് തന്ന ഗിഫ്റ്റ്, ആ ഒരു ഗിഫ്റ്റ് അതുപോലും ഞാൻ എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നെ എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നെ കളിയാക്കി, DGP സാറിൻ്റെ മകളുമായിട്ട് ഇഷ്ടത്തിലാണല്ലേ. ഞാൻ പറഞ്ഞു, സത്യമായിട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ പെണ്ണെ, നീ എൻ്റെ ഇക്ക, അതെ, നിങ്ങളുടെ ഈ ഒരു സൽസ്വഭാവം, നിങ്ങളുടെ താഴ്മ, അതെല്ലാമാണ് എന്നെ കൂടുതൽ ആകർഷിപ്പിച്ചത്. ആയിഷ, അങ്ങനെ അതാ ഷമീർ വിറക്കുന്ന കൈകളോടെ അവളെ നെഞ്ചോട് ചേർക്കുന്നു. ഷമീറിൻ്റെ ആ വിശാലമായ നെഞ്ചത്തേക്ക് ആയിഷ മുഖം പതുക്കെ അമർത്തി. അവൾ വിതുമ്പി കരഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് തന്ന ഭാഗ്യമാണ് നിങ്ങൾ. അവൾ ഷമീറിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. ഷമീർ അവളെ വാരിപ്പുണർന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.